ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും പഠിച്ചെടുക്കാൻ പറ്റിയ സ്റ്റിച്ചാണിത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ലെയറിലാണ് ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത്. ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക, നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ത്രെഡ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്യാം. ഇനി നീഡിലോട്ട് ത്രെഡ് ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഒത്തിരി ടൈറ്റ് ചെയ്ത് ചുറ്റാൻ പാടില്ല, അപ്പം നമുക്ക് നീഡിൽ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഒരു ഫിംഗർ കൊണ്ട് നിങ്ങൾ ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നീങ്ങി വരുന്ന രീതിയിൽ വേണം ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ നീഡിൽ ഇറക്കി കൊടുക്കാം. അതിനുശേഷം പതുക്കെ വലിച്ചു കൊടുക്കാം. ഇപ്പം നമുക്കൊരു ഫ്രഞ്ച് നോട്ട് കിട്ടിയിട്ടുണ്ട്. നീഡിൽ നമ്മൾ ത്രെഡ് ചുറ്റി കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണമോ അല്ലെങ്കിൽ 4 എണ്ണമോ ചെയ്ത് കൊടുക്കാം. അത് എത്രയായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ ആ സ്റ്റിച്ച് വേണ്ടത് അതിനനുസരിച്ച് വേണം ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ബോർഡിൽ നമ്മളൊരു ലൈന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ ലൈനിൽ മുഴുവനായിട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നീഡിൽ നമ്മൾ ത്രെഡ് ചുറ്റുന്ന സമയത്ത് ഒത്തിരി ലൂസായി പോയാൽ അത് നമുക്ക് ഫ്രഞ്ച് നോട്ടായിട്ട് കിട്ടത്തില്ല, അത് റിംഗ് നോട്ടായി പോകും. അതുകൊണ്ട് ചുറ്റുന്ന സമയത്ത് ഒത്തിരി ടൈറ്റ് അല്ലാതെയും ഒത്തിരി ലൂസ് അല്ലാതെയും വേണം ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാൻ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് നോട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടീവ്സിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് അടുത്ത വീഡിയോയിലൂടെ നോക്കാം.